ടെക്സ്റ്റിലെ രണ്ടാമത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3യുടെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കത് അറിയില്ല. അപ്പോൾ അതാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്തെടുക്കണം? y ആയിട്ട് എടുക്കുക. ലെറ്റ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3 ഈക്വൽ ടു y. കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3 ഈക്വൽ ടു y ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -1/√3 ഈക്വൽ ടു കോട്ട് y എന്ന് എഴുതാം അല്ലേ. കാരണം എന്താ? കോട്ട് ഇൻവേഴ്സ് ഓഫ് x എന്താണ്? x തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ചു എഴുതാമല്ലോ. കോട്ട് y ഈക്വൽ ടു -1/√3. കോട്ടിൻ്റെ ഏത് വാല്യൂക്കാണ് 1/√3 വരുന്നത്? മൈനസ് നമുക്കറിയില്ല. അപ്പോൾ മൈനസ് നമ്മൾ അങ്ങനെ തന്നെ എഴുതുകയാണ്. 1/√3 ഏത് വാല്യൂവിനാണ് വരുന്നത്? കോട്ടിൻ്റെ π/3ക്കാണ് വരുന്നത്. കോട്ട് π/3. കോട്ട് π/3ക്കാണ് 1/√3 വരുന്നത്. അപ്പോൾ ഒരു മൈനസ് കൂടെ ഉണ്ടല്ലേ. അപ്പോൾ മൈനസ് കോട്ട് π/3. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? കോട്ട് ഓഫ് π - π/3 എന്ന് എഴുതാം. എന്തുകൊണ്ട് എങ്ങനെ എഴുതുന്നത്? നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ് പറഞ്ഞിട്ട് ഏതിലൊക്കെയാണ് വാല്യൂസ് 0 ആവുക, അല്ല പോസിറ്റീവ് ആവുക, നെഗറ്റീവ് ആവുക എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് കോട്ട് നെഗറ്റീവ് ആകുന്ന ക്വാഡ്രൻറ്റ്സ് ഏതൊക്കെയാണ്? ഇവിടെ എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവാണ്. ഇവിടെ സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ്. പിന്നെ ഇവിടെ ടാനും കോട്ട പോസിറ്റീവാണ്. ഇവിടെ കോസും സീക്കുമാണ് പോസിറ്റീവ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കൂടെ നെഗറ്റീവ്. അപ്പോൾ കോട്ട് ഇവിടെ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവായ 2 ക്വാഡ്രൻറ്റ്സ് കിട്ടി. അപ്പം ഇവിടെ എന്താ അതിൻ്റെ അർത്ഥം? കോട്ട് π/3 മൈനസ് കോട്ട് π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോട്ടിൻ്റെ വാല്യൂ നെഗറ്റീവാണ് അല്ലേ. കോട്ടിൻ്റെ വാല്യൂ നെഗറ്റീവ് വരുന്നത് എവിടെയാണ്? നമുക്ക് സെക്കൻഡ് ക്വാഡ്രൻറ്റ് എടുക്കാം. അപ്പോൾ അതിലേക്ക് എങ്ങനെ എഴുതാം? π - π/3. π - π/3 എന്ന് പറയുമ്പോൾ ആംഗിൾ എവിടെ വരിക? ഇവിടെയാണോ വരിക? എവിടെയാണോ വരിക? ആംഗിൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ കൂടിയിട്ടാണ് വരുന്നത്. ഇത് 90, 180, 270 അങ്ങനെ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ആംഗിൾസ് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴേ കുറയും. അപ്പോൾ π - π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനേക്കാട്ടിലും ചെറിയ വാല്യൂ അല്ലേ. അപ്പോൾ എവിടെയാണ് ആംഗിൾ വരിക? ആംഗിൾ ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ കോട്ടിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ്. അപ്പോൾ കോട്ട് π - π/3നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു മൈനസ് കോട്ട് π/3 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ മാറില്ല. പൈ വെച്ചിട്ടാവുമ്പോൾ ഫംഗ്ഷൻ മാറില്ല. പക്ഷേ ഇവിടെ π/2 വെച്ചിട്ട് നമ്മൾ എഴുതിയതെങ്കിൽ, π/2 വെച്ചിട്ടാണ് എഴുതിയതെങ്കിൽ കോട്ട് പോയിട്ട് ടാൻ ആവും. അപ്പോൾ അതൊക്കെ നമ്മൾ +1 പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ കോട്ട് π - π/3 ഈക്വൽ ടു മൈനസ് കോട്ട് π/3 ആയതുകൊണ്ട് നമ്മൾ മൈനസ് കോട്ട് π/3ക്ക് പകരം എന്തെഴുതി? കോട്ട് π - π/3. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? π - π/3. π - π/3 ചെയ്താൽ നമുക്ക് എങ്ങനെ എന്താ കിട്ടുക? π - π/3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3π - π/3 ഈക്വൽ ടു 2π/3 അല്ലേ. അപ്പോൾ കോട്ട് 2π/3 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ നമുക്ക് കോട്ട് y ഈക്വൽ ടു കോട്ട് 2π/3 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? y ഈക്വൽ ടു 2π/3 അല്ലേ. y ഈക്വൽ ടു 2π/3. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3യുടെ വാല്യൂ, അതാണ് നമ്മൾ y ആയിട്ട് എടുത്തത്. അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് y ഈക്വൽ ടു 2π/3 എന്ന് കിട്ടിയത്. പക്ഷേ ഇത് പ്രിൻസിപ്പൽ വാല്യൂ ആണെന്ന് ചെക്ക് ചെയ്യണ്ടേ? പ്രിൻസിപ്പൽ വാല്യൂ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എടുക്കുമ്പോൾ അതിൻ്റെ റേഞ്ചിൽ ഈ y ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്? കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാ? കോട്ട് ഇൻവേഴ്സിൻ്റെ ഏതായിരുന്നു? ഓർമ്മ ഉണ്ടോ? അത് നമ്മൾ പഠിച്ചാലാണ് ഈ പ്രോബ്ലംസ്, പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് 6ൽ നിന്ന്
0 പൈയിലേക്കായിരുന്നു. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൻ്റെ റേഞ്ച് ഏതാണ്? ഓപ്പൺ ഇൻ്റർവെൽ 0 പൈ. അപ്പോൾ 2π/3 ഈ 0 പൈൻ്റെ ഉള്ളിൽ വരുമോ? വന്നാൽ മാത്രമേ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2π/3 നമുക്ക് എത്രയാണ് ആംഗിൾ? 2π എന്ന് പറഞ്ഞാൽ 180/3 ആണ്. അപ്പോൾ ഇത് എത്രയാണ്? 120 ആണ് ആംഗിൾ വരുന്നത്. അപ്പോൾ 120 0 പൈൻ്റെ ഉള്ളിൽ വരില്ലേ? കാരണം പൈ 180 ആണ്. അപ്പോൾ 0യും 180ൻ്റെ ഉള്ളിൽ 120 വരും. അപ്പോൾ y ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ 0 പൈ. അപ്പോൾ therefore എന്ത് പറയാം? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് cot inverse of -1/√3 is 2π/3.